കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പേരിൽ വായ്പാ തട്ടിപ്പ് നടത്തിയതിൽ പോലീസ് കേസെടുത്തു. KFC നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തട്ടിപ്പിനായി ഉപയോഗിച്ച ഫേസ്ബുക്ക് പേജിന്റെ വിവരങ്ങൾ കൈമാറാനായി മറ്റ് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? അമൃത, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFCയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പേജ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പിന് ശ്രമിച്ച സംഭവത്തിലാണ് KFC ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും തിരുവനന്തപുരം സൈബർ സിറ്റി പോലീസ് IT ആക്ട് 66C പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുകയും KFCയുടെ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് പലിശരഹിത വായ്പ നൽകാമെന്ന് പറയുകയും ചെയ്ത സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായിട്ട് ലഭിക്കും. ഇതിനായിട്ട് നിങ്ങൾ ഈ പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ഒരു തുക കൂടി നൽകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഈ തട്ടിപ്പിന്റെ വിവരങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വ്യക്തികൾക്ക് വ്യക്തിഗത വായ്പകൾ കൊടുക്കുന്ന ഒരു സംവിധാനമല്ല, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വായ്പ കൊടുക്കുന്നതാണ്. അപ്പോൾ അവരുടെ ലോഗോയും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് ഇപ്പോൾ KFC പോലീസിൽ പരാതി കൊടുക്കുകയും സൈബർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പിന് ഉപയോഗിച്ച നമ്പർ അടക്കം പോലീസ് ഇപ്പോൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പഞ്ചാബിലെ ലുധിയാനയിലാണ്. അപ്പോൾ ഈ ഫേസ്ബുക്കിന്റെ മറ്റ് വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് പോലീസ് ഇപ്പോൾ മറ്റ് അധികൃതർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിരവധി ആളുകളോട് ഇത്തരത്തിൽ സമീപനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരമാണ് പോലീസിന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. KFCയുടെ പേരിൽ 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായിട്ട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് KFCയുടെ ലോഗോ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സംഘം, ഓൺലൈൻ വായ്പ തട്ടിപ്പ് സംഘം ഫേസ്ബുക്കിലൂടെ ശ്രമിച്ചത്. ആ സംഭവത്തിലാണ് KFC പരാതി കൊടുക്കുകയും തിരുവനന്തപുരം സൈബർ സിറ്റി പോലീസ് IT ആക്ട് പ്രകാരം കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തത്. പഞ്ചാബിലെ ലുധിയാന കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ IT സെല്ലിന്റെ അന്വേഷണം നടന്നു വരുന്നത്. അമൃത. ശരി.